വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ജൂലൈ 8-ന് സർവീസ് നിർത്തിവെക്കും. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ബസ് ഉടമകൾ മുന്നോട്ട് വെക്കുന്നത്. ദീർഘകാലമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും ദീർഘദൂര ബസ്സുകളുടെയും പെർമിറ്റുകൾ അതേപടി യഥാസമയം പുതുക്കി നൽകുക, അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭ്യമാക്കുകയും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക, ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക, ഇ ചലാൻ വഴി അമിത പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ് ഉടമകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുമെന്ന് കോഴിക്കോട് ജില്ലാ ബസ് ഉടമ സംയുക്ത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഒട്ടനവധി തവണ മുഖ്യമന്ത്രി, മന്ത്രിമാർ, അതുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെടുകയും നിരാഹാര സമരം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. 2010-11 കാലഘട്ടങ്ങളിലാണ് വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിച്ചത്, ₹1 ഇന്നും ആ ₹1 വിദ്യാർത്ഥിനികളെ ബസ്സിൽ കയറ്റി ഇറക്കുന്നത്. 100 കുട്ടികളെ കയറ്റിയെങ്കിലും ₹95-96 1 ലിറ്റർ ഡീസൽ അടിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കാലോചിതമായിട്ട് ആ വിദ്യാർത്ഥിയുടെ കൺസെഷൻ വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ് മുന്നിൽ പല നിർദ്ദേശം വെച്ചപ്പോൾ ഗവൺമെൻറ് 2 കമ്മീഷൻ അനുസരിച്ച് രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടും ഈ രവിരാമൻ എന്ന് പറഞ്ഞ ഈ 2 റിപ്പോർട്ടുകളിലും കൊടുത്തത് ഈ വ്യവസായം നിലനിൽക്കണമെങ്കിൽ മിനിമം ₹5 ആക്കണം എന്നാണ് അവർ റിപ്പോർട്ട് ഗവൺമെന്റ് മുമ്പാകെ കൊടുത്തത്. തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചില്ലെങ്കിൽ ജൂലൈ 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് സ്വകാര്യ ബസ്സുകളുടെ സർവീസ് നിർത്തിവെക്കാനാണ് ഉടമകളുടെ തീരുമാനം.